കോഴിക്കോട് കുന്നമംഗലം MDMA കേസിൽ ഒരാൾ കൂടി പിടിയിൽ. മലപ്പുറം വണ്ടൂർ സ്വദേശി പടവെട്ടി വീട്ടിൽ അരുണാണ് അറസ്റ്റിലായത്. 2 ടാൻസാനിയൻ സ്വദേശികളും നൈജീരിയൻ സ്വദേശിയും ഉൾപ്പെടെ 9 പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു. സിനോജ് തോമസ് നൽകും വിശദാംശങ്ങൾ. സിനോജ്, വിദേശികളടക്കം പ്രതികളായിട്ടുള്ള ഒരു കേസാണ്. ഇപ്പോൾ ഒരു മലയാളി കൂടി പിടിയിലായിരിക്കുന്നു അല്ലേ? റോഷ്നി, അതായത് ഈ കേസിലെ 6ാം പ്രതിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന മലപ്പുറം വണ്ടൂർ സ്വദേശി അരുൺ. കുന്നമംഗലം പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 22 വയസ്സാണ് പ്രതിയുടെ പ്രായമെന്ന് പറയുന്നത്. ഈ വർഷം ജനുവരി 21-നാണ് കോഴിക്കോട് കാരന്തൂരിലെ ഒരു ഹോട്ടലിൽ വെച്ച് പോലീസ് 2 യുവാക്കളെ അറസ്റ്റ് ചെയ്യുന്നത്. മഞ്ചേശ്വരം സ്വദേശി, ഒപ്പം തന്നെ കോഴിക്കോട് സ്വദേശി 2 യുവാക്കളെ അറസ്റ്റ് ചെയ്തിരുന്നു. അവരുടെ കൈവശം 221 ഗ്രാം MDMA കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. അതിന്റെ വേരുകൾ തേടിയാണ് കുന്നമംഗലം പോലീസും നാർക്കോട്ടിക് സെല്ലും അന്വേഷണം നടത്തിയത്. അങ്ങനെ ആ MDMA എങ്ങനെ കോഴിക്കോട് എത്തിയെന്ന് അന്വേഷിച്ച് പോയ വഴിക്ക് വെച്ചാണ് വിദേശ പൗരന്മാരുൾപ്പെടെയുള്ള പ്രതികളെ പോലീസ് ഇതിനു മുൻപ് അറസ്റ്റ് ചെയ്തു. 2 ടാൻസാനിയൻ സ്വദേശികളെ പിടികൂടി. അതിനുശേഷം ഒരു നൈജീരിയ സ്വദേശിയെ പിടികൂടി. അങ്ങനെ 9 പേരെ ഈ കേസിൽ നേരത്തെ അറസ്റ്റിലായിരുന്നു. അങ്ങനെ ഇവരുടെ അക്കൗണ്ടിലേക്ക് പണം എവിടെ നിന്നാണ് പോയതെന്ന് പോലീസ് അന്വേഷിച്ചു. അങ്ങനെ പണം ട്രാൻസ്ഫർ ചെയ്ത ആളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന മലപ്പുറം വണ്ടൂർ സ്വദേശി അരുൺ എന്ന് പറയുന്ന വ്യക്തി. അതായത് ഈ 6ാം പ്രതിയായ അരുൺ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് ലഹരി എത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണെന്നാണ് പോലീസ് പറയുന്നത്. ഈ കേസിൽ മുൻപിൽ അറസ്റ്റായ മറ്റ് പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അരുണിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ അറസ്റ്റിലായ ടാൻസാനിയൻ സ്വദേശികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ചത് ഈ പ്രതിയുടെ അക്കൗണ്ടിൽ നിന്നാണെന്ന് പോലീസ് പറയുന്നു. റോഷ്നി, ഓക്കെ, ശരി. സിനോജ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.